ഹലോ ഗൈസ്, ലക്കി ഫാമിലിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പം നിറയെ പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് 800-ൽ കൂടുതൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ആ ക്വസ്റ്റ്യൻ എല്ലാത്തിൻ്റെ ആൻസർ നമ്മൾ പറയുന്നതായിരിക്കും. അനു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ആൻസർ പറയും. ഓക്കെ. മൊത്തത്തിൽ 819 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് വായിക്കാം. മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ ഇപ്പം എന്താണ് ചെയ്യുകയെന്ന്. അവിടെ ഞാനിപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് തട്ടിമുട്ടിയൊക്കെ പോകുന്നു. പിന്നെ ഒരു ബിസിനസ് ചെയ്യണമെന്ന്, ഡ്രസ്സിൻ്റെയൊക്കെ ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി സെറ്റാവും തോന്നുന്നു. അനുപമ ശ്രീനാഥ് ചോദിച്ചിട്ടുണ്ട്, കിച്ചുവിൻ്റെ വീട് പണി എവിടെ വരെയായി, അതിൻ്റെ അപ്ഡേറ്റ് ഒന്ന് കാണിക്കുമോ? വീടിൻ്റെ ഞാൻ വയ്ക്കാൻ പോകുന്ന വീട് ഒരു നില വീടാണ്. ഇങ്ങനെ വലിയ വീടൊന്നുമല്ല, ഒരു നില വീട്. 3 റൂം, ഒരു ഹാള്, ഡൈനിങ് റൂം, പിന്നെ 2 കിച്ചൺ, ആ കിച്ചൺ വർക്ക് ഏരിയ, അങ്ങനെ. അപ്പോൾ ഒരു കൊച്ചു വീടാണ്. ഈ പ്രാവശ്യം പാല് വെച്ചെടുക്കുക, കല്യാണത്തിന് മുമ്പ് പാല് വെച്ചെടുക്കണമെന്നായിരുന്നു ഐഡിയ. അത് സാധിച്ചില്ല. ചേട്ടനിപ്പോൾ ഈ ആഴ്ച പോകും. ഇനി അടുത്ത ഒരു 3 മാസം കഴിയുമ്പോൾ ചേട്ടൻ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും പാല് വെച്ച്. ഓക്കെ. അമ്മുക്കുട്ടി ചോദിച്ചിട്ടുണ്ട്, അനു എന്താ പഠിച്ചത്, അനു സീരിയൽ ഓർ മൂവിയിൽ ചാൻസ് കിട്ടിയാൽ ആക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ഡിഗ്രിയാണ്, BA എക്കണോമിക്സ് ആണ്. അത് കഴിഞ്ഞ് RBIയിൽ ഒരു ഇൻറ്റേൺഷിപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. സീരിയൽ ഓർ മൂവിയിൽ ചാൻസ് കിട്ടിയാൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനുവിന് ചാൻസ് കിട്ടിയാൽ വിടാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അനുവിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങൾക്ക്? എനിക്ക് സീരിയലൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം, അങ്ങനെയൊക്കെയാണ്. അനുവിന് ആദ്യമേ വീഡിയോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു കേട്ടോ. ഞാനായിട്ട് പറഞ്ഞ് ജയിപ്പിക്കുന്നത്. നല്ലൊരു പഠിക്കുന്ന കൊച്ചാണ്. അടുത്ത മേഴ്സി വർഗീസ് ചോദിച്ചിട്ടുണ്ട്, അനുവിൻ്റെ മേൽ ക്രഷ് അടിക്കാനുള്ള കാരണം. നമ്മൾ ലവ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ നോക്കി. അനു ആദ്യം സെറ്റായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നടന്ന് ഭയങ്കര ഇൻട്രസ്റ്റ്, സെറ്റാക്കണമെന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ സെറ്റായി. രാജൻ ഗോപി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്തൊക്കെ മേക്കപ്പാണ് ഉപയോഗിക്കുന്നത്? മേക്കപ്പ് ഒന്നുമില്ല. സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആയുഷ് ഹെർബലിൻ്റെ ആ മോയ്സ്ചറൈസർ, ടോണർ, ഫേസ് വാഷ്, പിന്നെ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള, പിന്നെ ലിപ്സ്റ്റിക് ഉപയോഗിക്കും. അല്ലാണ്ട് മേക്കപ്പ് ഒന്നും ഇടൂല. ഡേ ഇൻ അവർ ലൈഫ് വേണമെന്ന് റിനു ഷാനി ചോദിച്ചിട്ടുണ്ട്. ഡേ ഇൻ ലൈഫ് നമ്മൾ ചെയ്യും. നമ്മൾ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പിറ്റേ ദിവസം തന്നെ അനുവിന് എക്സാം ഉണ്ടായിരുന്നു. ആ ഒരാഴ്ച മൊത്തം എക്സാമൊക്കെ ആയിരുന്നു. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയി വരുന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഏകദേശം അറിയായിരിക്കും വിരുന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ബന്ധുക്കളെ വീട്ടിലൊക്കെ ഇപ്പോൾ വിരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2-3 ഇനാഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി വരുന്നേ ഉള്ളൂ. ഇനി എല്ലാം ചെയ്യുന്നതായിരിക്കും. ചേട്ടൻ്റെ അടുത്താണ് ചോദിച്ചത്. അജു ശ്രീ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ കവിൾ എങ്ങനെയാണ് ഇത്ര ഭംഗിയായേ? ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ? കവിളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇല്ല, അനു ഞാൻ കാണുമ്പോൾ അനു കുറച്ചും കൂടെ വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ മെലിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക അല്ലേ? അതിൻ്റെ കൊച്ചിലത്തെ ഫോട്ടോയെ കാണും, ഉണ്ടപ്പക്രുവായിരുന്നു. ബോഡി ഷെയ്മൊന്നും ഇല്ല, അല്ലാതെ അല്ലേ? നേരത്തെ അങ്ങനെ ആയിരുന്നു. കവിൾ ഉണ്ടായിരുന്നു നേരത്തെ, റൗണ്ട് ഫേസ് ആയതുകൊണ്ട്. ചേച്ചിയുടെ ഏജ് അനുവിൻ്റെ ഏജ് ഇപ്പോൾ 22ആണ്. 21 കഴിഞ്ഞ് ഇപ്പോൾ 22ആയി. അനുപ്പം 3rd ഇയറാണ് പഠിക്കുന്നത്, ഡിഗ്രി 3rd ഇയർ. ചേച്ചിക്ക് ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചേട്ടൻ നല്ല കെയറിങ് ആണ്, നല്ല സപ്പോർട്ടീവാണ്. പഠിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാത്തിനും വിടും ചേട്ടൻ. നല്ല സപ്പോർട്ടാണ്. പിന്നെ വീഡിയോസൊക്കെ എടുക്കാനായിരുന്നാലും അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ നേരത്തെ എടുക്കൂലായിരുന്നു. ചേട്ടൻ്റെ കൂടെ ചെയ്യാതിന് ശേഷമാണ് ഈ ക്യാമറ നോക്കിയൊക്കെ അഭിനയിക്കാനൊക്കെ പഠിച്ചത്. അഭിനയം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അത്രയൊന്നും ഇല്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് വെറുതെ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ജസ്റ്റ് തട്ടിമുട്ടിയൊക്കെ ചെയ്യും. അടുത്ത സോബിയ ചോദിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് വെടിവെച്ചൻ കോവിൽ അവിടെ വെച്ച് കിച്ചു ചേട്ടനെ കണ്ടായിരുന്നു. ഞാൻ ബസ്സിലായിരുന്നു, നേരിട്ട് കണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പുറത്തെ ഷോപ്പിൽ ഇറങ്ങി നടന്നു വന്നപ്പോഴേക്കും ചേട്ടൻ പോയി. കൂടെ ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ അവർക്കൊരു ഹായ് പറഞ്ഞു. നമ്മൾ എന്തോ ആവശ്യമായിട്ട് വന്നതാണ്, ഞാനും എൻ്റെ ഫ്രണ്ടും. എന്താണെന്ന് ഓർക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് വന്ന് അവിടെ നിന്ന് ഏതോ കടയിൽ എന്തോ പ്രൊമോഷൻ്റെ അങ്ങനെ എന്തോ ആണ് ഇതിൽ വന്നത്. അതായത് നമ്മളവിടെ സംസാരിച്ച് നമ്മൾ പെട്ടെന്ന് പോയി. വർഷ അനു ചോദിച്ചിട്ടുണ്ട്, അനു ചേച്ചി പഠിക്കാൻ പോകുന്നുണ്ടോ? എന്താണ് പഠിക്കുന്നത്? കിച്ചു ചേട്ടന് ജോലി നോക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്, ഡിഗ്രിയാണ് പഠിക്കുന്നത്.
ചേട്ടൻ യൂട്യൂബറാണ്, പ്രൊഫഷൻ യൂട്യൂബ്, വീഡിയോസ്, ക്യാമറ വർക്കിംഗ്, അങ്ങനെയൊക്കെ എഡിറ്റിങ്, ആ കാര്യങ്ങളൊക്കെയാണ്. ജോലി ജോലി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഇടണം, ആ ബിസിനസ് പോലത്തെ ഇതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ഞാൻ ജോലിക്ക് ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഏജുണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, എനിക്ക് ഏജൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് 28 ആണ് ഏജ്. ഞാൻ എൻ്റെ നല്ല പ്രായത്ത് എനിക്ക് ഹൈറ്റ് ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ കാണുന്ന പോലെയൊന്നുമല്ല, ഞാൻ ഹൈറ്റ് കുറവാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ചാൻസ് എനിക്ക് 24 വയസ്സിലാണ് ആർമി ടെസ്റ്റ്. അപ്പം കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് ഇപ്പം കൊറോണ തുടങ്ങിയിട്ട് തന്നെ ഒരു 4 വർഷമായി കാണുമല്ലേ, അല്ല 5 വർഷമല്ലേ, 5 കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതിന് മുമ്പാണ് എനിക്ക് ലാസ്റ്റ് ടെസ്റ്റിന് എനിക്ക് ആർമി ടെസ്റ്റിന് എനിക്ക് ഹൈറ്റ് കിട്ടി, ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പോൾ ഈ കൊറോണ ഒന്ന് ആ ടെസ്റ്റ് ക്യാൻസൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു ആർമി പോകണമെന്ന്. അതെന്നെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പം ചേട്ടനെ പോലെയൊക്കെ ആവണമെന്നൊക്കെ കൊച്ചിലോട്ട് എനിക്ക് ഭയങ്കര ഡ്രീം. ചേട്ടൻ ആർമി കയറിയ ശേഷം എനിക്ക് ആർമിയിൽ കയറണം, അങ്ങനെ ജോലി വാങ്ങണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ +2 കഴിഞ്ഞ് ഞാൻ IT-ലാണ് പോയി IT പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ ആർമി കയറണം, അങ്ങനെയൊക്കെ ഭയങ്കര ഡ്രീമായിരുന്നു. പക്ഷേ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാരണം കൊണ്ട് ഞാൻ 20 വയസ്സ് തൊട്ട് 18 വയസ്സ് കഴിഞ്ഞ് പറഞ്ഞാൽ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഹൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് എന്നെ എപ്പോഴും ആദ്യം നേരത്തെയൊക്കെ ടെസ്റ്റിനുള്ളൂ. ഇപ്പോൾ എക്സാം ആണല്ലേ, എക്സാം ആണെന്ന് അഗ്നിപത്ത് എക്സാം ആണെന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള ടെസ്റ്റ് എല്ലാം ആദ്യം ഹൈറ്റാണ് അളക്കുന്നത്. ഹൈറ്റ് ഇളക്കുമ്പോൾ തന്നെ ഞാൻ ഔട്ടായി പോകും. ഹൈറ്റ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അറിയാമായിരിക്കും. ടെസ്റ്റിന് നേരത്തെയുള്ള ടെസ്റ്റിന് പോയവർക്ക് അറിയാമായിരിക്കും. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞാണ് വിടുന്നത്. ഏറ്റവും അവസാനം എനിക്ക് 24 വയസ്സിൽ ലാസ്റ്റ് ടെസ്റ്റ്, എൻ്റെ ലാസ്റ്റ് ടെസ്റ്റിൽ എനിക്ക് ഹൈറ്റ് കിട്ടി. ഹൈറ്റ് കിട്ടിയപ്പോൾ കൊണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോഴേ കൊറോണ വന്നു. ആ ടെസ്റ്റ് എന്നെ ക്യാൻസലാക്കി മൊത്തത്തിൽ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. പിന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനത്തെ ഒരു വല്ലാത്ത ഇതായിരുന്നു. ഇപ്പോൾ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ യൂട്യൂബൊക്കെ സീനില്ല. ഷിഫ ഷാഫി ചോദിച്ചിട്ടുണ്ട്, നിനക്കായി സീരീസിൽ ദുഷ്ടകഥാപാത്രമായി അഭിനയിച്ച കൊച്ച് അനുവിൻ്റെ ആരാ റിയൽ ലൈഫിലെന്ന്? അവിടെ തണ്ണു എന്ന് പറഞ്ഞൊരു നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അനുവിൻ്റെ ഫ്രണ്ടായിരുന്നു. പിന്നെ ഞാനും കമ്പനിയെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അഭിരാമിയാണ് ഒറിജിനൽ. അഭിരാമിയാണ് ഒറിജിനൽ. നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അനുവിൻ്റെ വീട്ടിൽ വരാനായിരുന്നാലും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാണ്. ആരതിയിൽ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി കിച്ചു ചേട്ടൻ്റെയും പാറ ചേച്ചിയുടെയും ബോണ്ട് കണ്ടിട്ട് ചേച്ചിക്ക് പൊസസീവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊസസീവ് എന്ന് പറഞ്ഞാൽ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചി പോലെയാണ്. ചേട്ടനായിരുന്നാലും ചേട്ടൻ്റെ സ്വന്തം ചേച്ചി പോലെയാണ്. ചേച്ചിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ്. ചേച്ചിക്ക് ഞാൻ ചേച്ചിയെടുത്ത് വന്നപ്പോട്ടെ, ചേച്ചി എനിക്ക് നേരത്തെ കല്യാണം കഴിയുന്ന മുമ്പേ എനിക്ക് ചേച്ചി അറിയാം. അതുകൊണ്ട് അപ്പോഴോട്ടെ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതുപോലെ തന്നെ ചേച്ചി. പൊസസീവ് എന്തിനാണ് പൊസസീവ്? സഹോദരങ്ങളല്ലേ, അപ്പം നമ്മളെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. എടാ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണ്ടേ, വേറെ വെറൈറ്റി ആയെങ്കിലും. വേറെ എല്ലാവരും ഏജൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ ബ്യൂട്ടി സീക്രട്ട് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ആയുഷിൻ്റെ പേജ്. അത് നേരത്തെ ഭയങ്കര പിമ്പിൾസ് ആയിരുന്നു അനുവിന്. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ ഫേക്ക് എന്നല്ല പറയുന്നത്, അതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയല്ല പറയുന്നത്. അല്ലാതെ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയുകയാണ്. നേരത്തെ അനുവിൻ്റെ ഫേസ് മൊത്തം ഭയങ്കര പിമ്പിൾസ് ഇതൊക്കെ ആയിരുന്നു. പിന്നെ അത് ഉപയോഗിച്ച ശേഷം ഇത് മാറി. വർഗീസ് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അനുവിൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ അനുവിനൊരു അനിയത്തി, പിന്നെ അപ്പൂപ്പൻ, അമ്മൂമ്മ. ഇവരെ ഫാമിലി എന്ന് പറയുമ്പോൾ വലിയ ഫാമിലിയാണ്. അമ്മയ്ക്ക് തന്നെ 4 സഹോദരികൾ, അച്ഛന് തന്നെ 4 സഹോദരൻ. അജി ശ്രീജു ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എനിക്ക് അവിടെ കൂടുതൽ ഇഷ്ടം അച്ഛനെയാണ്, നമ്മൾ അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ബിജു ചോദിച്ചിട്ടുണ്ട്, ഫാമിലിയിലെ എല്ലാവരുടെ നിക് നെയിമും ഒഫീഷ്യൽ നെയിമും ഏജും പറയാമോ ചേട്ടാന്ന്. ലക്കിയുടെ പേര് ആഷിഖ് എന്നാണ്. നിക്കിയുടെ പേര് ഇതളെന്നാണ്. ചേച്ചിയുടെ ഒരു ആതിര എന്നാണ്. ചേട്ടൻ്റെ ഒരു സന്ദീപ് എന്നാണ്. അമ്മയുടെ പേര് അനിത എന്നാണ്. അച്ഛൻ്റെ പേര് സത്യ എന്നാണ്. എൻ്റെ പേര് ശരത്ത് എന്നാണ്. അനുവിൻ്റെ പേര് അനു തന്നെ. അനുമോളെന്നാണ് വിളിക്കുന്നത്. അനു അതിനെ ചുരുക്കി അനുവാക്കി. അടുത്ത് ചേച്ചിയുടെ സിസ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, ഷീസ് എ ഗുഡ് ആക്ട്രസ്. സൈലൻസ് പാർക്ക് ചോദിച്ചിട്ടുണ്ട്. അന്ന കോമഡിയാണ് എൻ്റെ കാര്യമൊക്കെ. നിനക്ക എന്ന സീരീസ് പോലെ പുതിയത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ജാസ്മിൻ ചോദിച്ചിട്ടുണ്ട്. സീരീസ് നമ്മൾ പുതിയ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലായിരുന്നു അനുവിൻ്റെ അച്ഛന് വയ്യാതായ. പിന്നെ നമ്മൾ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ഐഡിയാസൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യണം. അസ്ന ചോദിച്ചിട്ടുണ്ട്, അനുവിന് കിച്ചു കൊടുത്തതിൽ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തത് ഏറ്റവും വലിയ സമ്മാനം ഇതാണ് അല്ലേ ചേട്ടാ തന്നെ. ആ ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു മൊമെന്റ് നമ്മളെ സ്വന്തമല്ലേ, ഇനി നമുക്ക് വേറെ പേടിക്കാനൊന്നുമില്ല. എൻ്റെ മാത്രമല്ല എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതായിരിക്കും.
അടുത്ത സിദ്ധു ഷൈലു ചോദിച്ചു, ട്രിപ്പ് പോകുമ്പോൾ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ മക്കൾ പിന്നെ നിങ്ങൾ ഒത്തുപോയാൽ നല്ല ഭംഗിയുണ്ടാ, കാണുന്ന എനിക്ക് സന്തോഷം, ലവ് യു ഫാമിലി. അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്നാർ ആനുവിനെ കല്യാണം കഴിക്കുന്ന മുമ്പ് നമ്മൾ മൂന്നാർ ട്രിപ്പ് ഉണ്ടായിരുന്നു. അന്ന് അച്ഛൻ എന്തോ ഒരു ജോലി തിരക്കാണ്, അച്ഛന് വരാൻ സാധിച്ചില്ല. ബാക്കി എല്ലാവരും നമ്മൾ പോയി, ഞാൻ, ചേച്ചി, അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഫ്രണ്ട്സുമായിട്ട് പോയി നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്താണ്. നല്ല വൈബായിരുന്നു കേട്ടോ. ഇനി പോകുമ്പോഴും അങ്ങനെയൊക്കെ അമ്മയും അച്ഛനും എല്ലാവരും നമ്മൾ കൊണ്ടുപോകും. അച്ഛൻ വേറൊരു വൈബാണ്. ഇപ്പോൾ ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, അശ്വിൻ എന്നുണ്ട്, കൊച്ചിലോട്ടുള്ള. നമ്മളിങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ട് സിനിമ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ന്യൂസിലേക്ക് കാണില്ല പുതിയ സിനിമ ഇറങ്ങിയിട്ട്. അപ്പോൾ അച്ഛൻ പറയണം, ഈ സിനിമ ഇറങ്ങി നമുക്ക് പോയാലോ ഒന്ന്. ഞാനും അച്ഛനും അശ്വിനും കൂടെ ലിഫ്റ്റ് അടിച്ച്, അല്ല, ഒരു ബൈക്കിൽ തന്നെ 3 പേരായിട്ട് ത്രിബിൾസ് വെച്ചാണ് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇത് വൈബാണ് അച്ഛൻ. അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഭയങ്കര, ഇപ്പം പണ്ടത്തെ ആൾക്കാരെ പോലെ ഒന്നുമല്ല സംസാരിക്കുന്നത്, ഭയങ്കര. അതിന് നിനക്ക് എങ്ങനെയാണ് തോന്നിയത് അച്ഛൻ്റെ ഇത്? അച്ഛൻ നല്ലൊരിതാണ് എന്ന് പറഞ്ഞാൽ വേറെ അങ്ങനെ എൻ്റെ വേറെ വീട്ടിൽ നിന്ന് വന്നൊരു മോൾ അങ്ങനെയൊന്നും അല്ല എന്നെ കാണുന്നത്. വൈബ് അച്ഛനാണ്, അമ്മയെ പോലെ തന്നെ. അമ്മയെ പോലെ. പിന്നെ അച്ഛന് കൂടുതലായിട്ട് വയലിലെ കൃഷിപ്പണി അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് പണി, അല്ല, കൂടുതലായിട്ട് വീഡിയോ അച്ഛനെ കാണത്തില്ല. അതാ പണിയായിട്ട് ഇനി എന്തായാലും അച്ഛനെയൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അച്ഛനും ചോദിച്ചിട്ടുണ്ട് അനുവിനെ ഇനിയും പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്തേ, അനുവിൻ്റെ അച്ഛൻ്റെ അമ്മേനും ഭയങ്കരപ്പെട്ട ഒരു ആഗ്രഹമാണ്. ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പേ അനുവിൻ്റെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് കഴിച്ചു, അല്ല, അനുവിൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അനുവിനെ ആടാ നിനക്ക് കെട്ടിച്ച് തരാമെന്ന്. അവൾ നന്നായി പഠിക്കുന്ന കൊച്ചാണ്, അവൾ നല്ല പഠിക്കും കേട്ടോ. 10ാം ക്ലാസ്സിൽ 10 A+ ഉണ്ട്, +2-ലാണെങ്കിൽ 6 A+ ഉണ്ട്. ഇപ്പോഴാണെങ്കിലും നല്ല മാർക്കുണ്ട്. ഇപ്പം 3rd year ആണ് പഠിക്കുന്നത്, നല്ല മാർക്കൊക്കെ ഉണ്ട്. അവളെ നന്നായി പഠിപ്പിക്കണം, ഒരു ജോലി വാങ്ങുന്ന കൊച്ചാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ അമ്മ, ഓക്കെ അച്ഛാ, ഞാൻ പഠിപ്പിക്കാം, എന്തായാലും ഞാൻ പഠിപ്പിച്ചിരിക്കും. എനിക്ക് എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി എന്തായാലും വാങ്ങാൻ സാധിച്ചില്ല, എന്തായാലും അനുവിനെ കൊണ്ട് വാങ്ങിക്കാം, അതാണ് എൻ്റെ ഡ്രീം. സുരഭി സുരേഷ് ചോദിച്ചിട്ടുണ്ട്, യുവർ ഫസ്റ്റ് മീറ്റ് വടംവലിയിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണണേ. അതിൻ്റെ ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ എന്നെ കാണണേ അന്നാണ് ആദ്യം, വടംവലിയിൽ. അന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ തകരാറ്. എത്ര വർഷത്തെ പ്രണയമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഫാത്തിമ. 7 വർഷം. 7 വർഷത്തെ പ്രണയം. നിഷ, നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ആരാണ് പറഞ്ഞത് ലവ് സ്റ്റോറി? അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വീട് മാറി താമസിക്കുന്നേ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ, അതല്ലേ രസം. വീട് വെക്കാൻ ഉള്ളത് എല്ലാവരുടെയും സ്വപ്നം തന്നെ, പക്ഷെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ എന്തോ വിഷമമെന്ന് അമൃത കിഷോർ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ അല്ലേ, ഇവിടുന്ന് ഒരു, ഇത് ചേട്ടൻ്റെ വീടാണ്, ഇവിടുന്ന് ഒരു 4 സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടായി. തൊട്ടപ്പുറത്താണ് വീട്. നമ്മൾ പാലിയേച്ചിന് എന്തായാലും വീഡിയോസൊക്കെ എടുക്കുന്നതെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്. വേറെ മതിൽ അങ്ങനെയൊന്നുമില്ല, ഒറ്റ കോമ്പൗണ്ടായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസിലേക്ക് കാണും. എന്നാലും വീട് പാലിയേച്ചാൽ നമ്മൾ ഈ റൂമിൽ തന്നെ, ലക്കിയൊക്കെ എന്തായാലും കുറച്ചും കൂടി വലുതായിട്ടൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും മാറുന്നുള്ളൂ അല്ലേ. അതാണ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ലക്കിയൊന്നും പിരിഞ്ഞിരിക്കുക, വേറെ വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അവനോട് അടികൂടിയില്ലെങ്കിലൊന്നും ശരിയാവത്തില്ല. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെയാണ് എനിക്ക് അവനോടൊക്കെ അടികൂടി വഴക്കൂടിയില്ലെങ്കിലൊക്കെ. അടുത്ത അനുവിന്റെ അനിയത്തിയുടെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നമോൾ. അനുവിൻ്റെ അനുമോൾ, അനിയത്തിൻ്റെ പേര് അന്നമോൾ. മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടാണ് ചേച്ചിയുടെ അച്ഛൻ ഇപ്പൊ എങ്ങനെ, സുഖമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പറയുന്ന പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ആൾ ഓക്കെ വരുന്നുണ്ട്. അടുത്ത് ദിൽന ജോസ് ചോദിച്ചിട്ടുണ്ട്, ബേബി പ്ലാൻ പഠിപ്പെല്ലാം കഴിഞ്ഞ് ജോലി ആയതിനു ശേഷമാണോ? അതാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടി നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യണം, നമുക്ക് ജോലി വാങ്ങണം, അതൊക്കെ നമ്മളെ ഡ്രീമിലായിട്ടുണ്ട്. സൗമ്യ എന്ന് പറഞ്ഞ ചേച്ചി ചോദിച്ചിട്ടുണ്ട്, സന്ദീപ് ഏട്ടൻ എന്നാ പോവുക, ഡേറ്റ് ഫിക്സ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. ഡേറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല ചേട്ടാ, ഈ മാസം തന്നെ പോകും. മുബീൻ ചോദിച്ചിട്ടുണ്ട്, പാറു ചേച്ചി അമ്മ പറയുമ്പോൾ ചേച്ചിക്ക് സങ്കടം ആവൂലേന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മിക്കവാറും ആ ഇൻ്റർവ്യൂ കണ്ടിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അമ്മയ്ക്ക് എന്നെ കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ ഇത്രയും വർഷവും ചേച്ചിയും അമ്മയുമായിരുന്നു ഒരുമിച്ച് കൂട്ടായത്. അപ്പം അമ്മ ഇങ്ങനെ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിൽ. കാരണം ചേച്ചി അങ്ങനെ ആയതുകൊണ്ടല്ലേ അമ്മ പറയണേ. എന്നെക്കുറിച്ച് അമ്മയ്ക്ക് അറിയില്ല. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പോഴാണ് ഇൻ്റർവ്യൂ. ആ ഒരു പരിചയം മാത്രമേ അമ്മയും ഞാനും തമ്മിലുള്ളൂ ഇവിടെ വന്നതിന് ശേഷം. അതുകൊണ്ട് അല്ല, അതിനു മുമ്പേ അനു അമ്മയെ അറിയാന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് അല്ല,
ഭയങ്കര ക്ലോസ് അല്ല, അതുകൊണ്ട് എനിക്ക് വേറെ സങ്കടമൊന്നുമില്ല. ഉള്ള കാര്യം തന്നെ അമ്മ പറയണേ ചേച്ചിയെ അമ്മ കുറിച്ച്. ചേച്ചി പക്കയാണ് കേട്ടോ, ഞാൻ ഇല്ലെന്ന് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അമ്മയായിരുന്നു. അതിന് കുഴപ്പമൊന്നും. ചേച്ചി എന്ന് പറയുമ്പോൾ എന്ത് തെറ്റുണ്ടെങ്കിലും മുഖത്ത് ചോദിച്ചു അത് ചെയ്യല്ല നീ എന്ന് പറയും. അതാണ് എനിക്കിഷ്ടം. മുഖത്ത് നോക്കി പറയുന്നത്. അവരുടെ മനസ്സിൽ വെച്ചിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നില്ല. ഇത് മുഖത്ത് നോക്കി പറയുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആരായിരുന്നാലും ഇപ്പം ഒന്നും ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മുഖത്ത് നോക്കി പറയുന്നതായിരിക്കും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾ. ചേച്ചിക്കും ചേട്ടനും എത്ര ഏജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നിജ ശ്രദ്ധ ചോദിച്ചു, കല്യാണത്തിന് രണ്ടാളുടെ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ എടാ അതിന് തലേ ദിവസം മുമ്പേ ഉള്ള ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നവർക്കാണെങ്കിൽ ആ വീഡിയോസ് എല്ലാം പോയി ഒന്ന് കാണുക. പിന്നെ അതിൻ്റെ മുമ്പേ കല്യാണത്തിൻ്റെ തലേ ദിവസമേ നമ്മൾ ഷൂട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടാകും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എന്നെക്കാളും ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടനും ചേച്ചിയും അവരെ കല്യാണം എന്തായാലും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഭയങ്കരമായിട്ട് രീതിയിൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് മെയിനായിട്ട് എൻ്റെ ചേട്ടനാണ്. പിന്നെ എല്ലാ ഐഡിയാസുകളും എല്ലാം കൊണ്ടുവന്ന് ചേച്ചിയാണ്. ഞാനൊക്കെ രാവിലെ കിടന്ന് ഉറങ്ങുമ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ ചേച്ചി എണീപ്പിച്ച് വന്ന് ഷൂട്ടിന് കൊണ്ടുപോകാനായിരുന്നാലും മേക്കപ്പ് ചെയ്യാനായിരുന്നാലും എല്ലാത്തിനും ചേച്ചിയായിരുന്നു അല്ലേ. ഭയങ്കര ഇതായിരുന്നു. അവരെ കല്യാണം അങ്ങനെ രീതിയിൽ എടുക്കാൻ പറ്റില്ല. എൻ്റെ കല്യാണം അടിപൊളിയായിട്ടാണ് എടുത്തത് കേട്ടോ. എല്ലാ കാര്യങ്ങളും നോക്കിയത് എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെയാണ്. ചേട്ടനും ചേച്ചി അമ്മയും അച്ഛനും കൂടെയാണ്. ലെച്ചൂസ് പറഞ്ഞിട്ടുണ്ട്, എന്നും ഇതുപോലെ ഹാപ്പി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, മൈ ഫേവറേറ്റ് കപ്പിൾ എന്ന് പറഞ്ഞു. താങ്ക് യു. ഐ മീൻ ഇനി എന്തും മടിയില്ലാതെ മറികടക്കുമോ, ഐ മീൻ എന്ത് പ്രശ്നം വന്നാലും. ആരതി ചോദിച്ചിട്ടുണ്ട്, എന്ത് പ്രശ്നം വന്നാലും. അവിടെ പ്രശ്നം നമ്മളായിട്ട് ഉണ്ടാക്കിയാലേ ഉള്ളൂ. അല്ലാതെ എന്ത് പ്രശ്നം വന്നാലും ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ പോകുന്നതായിരിക്കും നല്ലത്. നമ്മളെല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ ടൈം കാണത്തുള്ളൂ. നമ്മൾ എന്തിനാണ് വെറുതെ റിയാക്ട് ചെയ്യാൻ പോകുന്നല്ലേ. നമ്മളെ ഈ വീട്ടിലുള്ളവരെ പറഞ്ഞല്ല, ഞാൻ വെളിയിലുള്ള കാര്യം പറഞ്ഞു. നമ്മളെ വീട്ടിലുള്ളവർ അങ്ങനെയൊന്നും ആവത്തില്ല. ഓക്കെയാണ്. ഹനീല ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം ചേച്ചി വഴക്കൊക്കെ പറയുമോ. ചേച്ചി ഇപ്പം മൂക്കി പിടിച്ചിടിക്കും. ചേച്ചി ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ, ഒന്നും പറയില്ല. അനുവിന്റെ വീട് കണ്ടു, സ്ഥലം ഇവിടെയാണെന്ന് പറഞ്ഞില്ല. അവിടെ ഒറ്റശ്ശേരമംഗലം, ഇവിടേക്ക് ഉള്ളവർക്ക് അറിയാം ഒറ്റശ്ശേരമംഗലം. ആൽഫി ചോദിച്ചിട്ടുണ്ട്, എല്ലാ വീഡിയോസും കണ്ടു, അടിപൊളിയാണ്, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസമുണ്ട് വീഡിയോസ് കാണാൻ, അതുകൊണ്ട് ബ്രോ പോകുന്നതിന് മുമ്പ് ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുമോ, പിന്നെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കും. ചേച്ചി എന്താ പഠിക്കണേ, സന്ധിപട്ടം പോകുന്നതിന് മുന്നേ ഒരു ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥ പേരെന്താ? എന്റെ പേരെന്ന് പറയുമ്പോൾ ശരത്ത് എന്നാണ്. ശരത്ത്. അവിടെ ഏജ് നമ്മൾ പറഞ്ഞില്ല. ഏജ് അവിടെ അനുവിന് 22, എനിക്ക് 28 ആണ് കേട്ടോ. പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് നമ്മളിവിടെ മണ്ണാങ്കോണം വെള്ളറട അല്ലേ ചേട്ടാ. ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് അച്ഛൻ അമ്മ ഇല്ലേന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അച്ഛനമ്മയൊക്കെ ഉണ്ട്, നീ അങ്ങനെയൊന്നും പറയുകയും ചെയ്യില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 5 ആകുമ്പോൾ 1 മാസം. നിങ്ങളുടെ കിച്ചു ചേട്ടന് ട്വിൻ ആയിരുന്നല്ലോ, അച്ചു എങ്ങനെയാണ് മരിച്ചത്, എത്ര വയസ്സായിട്ടാണ്? അച്ചു ഒരു 4 വയസ്സ്, 4 വയസ്സ്. ലക്കിയുടെയൊക്കെ ഏജൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ക്ലിയർ ആയിട്ട് അറിയില്ല. അവന് ന്യൂമോണിയ വന്നാണ് മരിച്ചതിന്, ശ്വാസം മുട്ടൽ. അങ്ങനെ എന്ന് വെച്ചാൽ ഇവിടുന്ന് വയ്യാതായി. അപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അത്രയ്ക്കുള്ള ഹോസ്പിറ്റലിൽ ചിലവിനുള്ള ക്യാഷൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ കുറച്ച് വളർന്ന് ചേട്ടനൊക്കെ ജോലി കിട്ടി, അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ചെങ്കിലൊക്കെ സെറ്റായത്. നമ്മളെ വീട് ഇതൊന്നും അല്ലായിരുന്നു. പണ്ട് അപ്പുറത്ത് വേറൊരു വീടുണ്ട്, അത് ഷീറ്റിട്ട വീട്. പിന്നെ ചേട്ടൻ്റെ ജോലിയൊക്കെ കിട്ടിയാണ് ചേട്ടൻ ഈ വീടൊക്കെ വെച്ച് നമ്മൾ ഇങ്ങോട്ടൊക്കെ മാറിയത് തന്നെ. പണ്ടത്തെ സാഹചര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അച്ഛനെ ഹോസ്പിറ്റലിലൊക്കെ അവരെ കൊണ്ടുപോകണ പരമാവധി നോക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ അവർ ന്യൂമോണിയ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒന്നും അമ്മയ്ക്ക് പറയുന്നത് എനിക്കറിയാം. അമ്മയ്ക്ക് പറഞ്ഞ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അങ്ങനെ അടുത്ത്. അഞ്ജന അഞ്ജൂസ് വെച്ചിട്ടുണ്ട്, മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള മാറ്റം. മാറ്റം എന്താ, എനിക്ക് വലിയ മാറ്റമായിട്ടൊന്നും തോന്നിയില്ല. ഇവള് അനു എന്ന് പറയുമ്പോൾ ഇവിടെ വന്നായിട്ടുള്ളൊരു ഫീലിങ്ങേ ഇല്ല. എനിക്കങ്ങനെ വലിയ ഇത് മാറ്റമായിട്ട് തോന്നി നിനക്കല്ലോ. ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാത്തും ഇവിടെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ വരാനായിരുന്നില്ല. നമ്മളൊരു 9 മണി 10 മണി വരെ അല്ലേ 7 മണി ആകുമ്പോഴേ നമ്മൾ തുടങ്ങും. ഇവിടെ ഫ്രണ്ട്സെല്ലാം നമ്മളെ അപ്പുറത്ത് വീടുണ്ട്, അവിടെ നിന്ന് എല്ലാവരും മിനി മിനിറ്റ് കളിക്കാനായിരുന്നില്ല എല്ലാത്തിനും അല്ലേടാ അനു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരും കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് 10 മണി വരെ അനുവിനും എല്ലാവരും കമ്പനിയാണ്. അനുവായിരുന്നാലും ചേച്ചി ആയിരുന്നാലും എൻ്റെ അമ്മയെന്നാലും അച്ഛനൊക്കെ അവിടെ ഒന്ന് നോക്കിയിരിക്കും. നമ്മൾ പിന്നെ കളിയും ചിരിയും എല്ലാ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അവർ തിരിച്ചു. ഇപ്പോൾ എനിക്ക് മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ ഞാനും. അടുത്ത് രമ്യ ചോദിച്ചു, രണ്ടുപേരും മാത്രമായി പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മതി. നമ്മൾ എന്തായാലും അടിയൊന്നും വയ്ക്കാൻ പോകുന്നില്ല. എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ടുപേർക്കും 2 അക്കൗണ്ട് ഉണ്ട് കേട്ടോ. ചേച്ചിക്കും അക്കൗണ്ട് ഉണ്ട്, നമുക്കും അക്കൗണ്ട് ഉണ്ട്. എന്ന് വെച്ച്
ഇപ്പോൾ ഒറ്റ അക്കൗണ്ട് ആയിരുന്നാൽ പോലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാന്നേ ഉള്ളൂ നമ്മളെ ഫാമിലിയിലുള്ള. നമ്മളെന്തായാലും അങ്ങനത്തെ രീതിയിലൊന്നും പോകത്തൊന്നുമില്ല. ഉം. അടുത്ത ചേച്ചി അതിൻ്റെ അമ്മ ബോണ്ട് പറയുമ്പോൾ ഒന്ന് ബിൻ്റെ മോള് ചോദിച്ചിട്ടുണ്ട്. അമ്മയും ചേച്ചി എന്ന് പറയുമ്പോൾ നല്ല ബോണ്ടാണ്. ആ അനു ആയാലും ചേച്ചി ആയിരുന്നാലും നല്ല ബോണ്ടാണ് കേട്ടോ, രണ്ടുപേരും അല്ലേ. ഉം. തന്നെ നമുക്കങ്ങനെ നമ്മൾ മൂന്ന് പേര് ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങും. പിന്നെ അടുക്കളയിലൊക്കെ അങ്ങ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ബാക്കി എല്ലാവരും ചോദിച്ചിട്ടുള്ള സ്കിൻ കെയർ, പ്ലേസ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അനുവിൻ്റെ വേറെ അച്ഛൻ എന്താ അനുവിൻ്റെ അസുഖം അച്ഛൻ എന്താ പറയാമോ? അസുഖം പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ, രണ്ട് കിഡ്നി ഫെയിലിയറായി, അങ്ങനെ ഇപ്പം ഡയാലിസിസ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഹാപ്പി മൊമെന്റ്സ് എന്താണെന്ന് ഭീഷ്മ ചോദിച്ചിട്ടുണ്ട്. എടാ, വലിയ ഹാപ്പി മൂമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വലിയ ഹാപ്പി മൂമെൻറ്റ് കല്യാണം കഴിഞ്ഞു, ഭയങ്കരമായിട്ടൊരു ഹാപ്പിയായിരുന്നു. അനുവിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റി. നിങ്ങളുടെ ലവ് എപ്പോൾ തുടങ്ങിയത്? ഫസ്റ്റ് മീറ്റ് ആൻഡ് ലവ് ഞങ്ങൾ സീരീസ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ. കിച്ചുവിൻ്റെ ഹോം ടൂർ വീഡിയോ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണ്? ബിരിയാണി. ഇനി ബിരിയാണി എന്ന് പറഞ്ഞില്ല, ഞാൻ അനുവിനെ ഇടിക്കും ബിരിയാണി എന്ന് പറയും. ഇല്ല, എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. ചേട്ടന് കുഴിമന്തിയൊക്കെയാണ് ഇഷ്ടം. ഒരു സീരീസ് തുടങ്ങുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ തുടങ്ങും, ഉറപ്പായിട്ട് തുടങ്ങുന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലും സീരീസ് തുടങ്ങും. ഇപ്പോൾ നമ്മൾ വിരുന്നൊക്കെ അല്ലേ, ഒന്നിനും ടൈം കിട്ടില്ല. സീരീസ് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആനി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അനുവിന് ക്ലാസ്സും തുടങ്ങി, അപ്പോൾ ഇനി അനു ക്ലാസ്സിനും കൂടി പോകുമ്പോൾ കുറച്ച് ഇതാ. ആനി ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ ഇനിയുള്ള ആഗ്രഹം പുതിയ വീട്ടിൽ പോകുമ്പോൾ കിച്ചുവിൻ്റെ ഫാമിലി മിസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വീട് ഒരു കോമ്പൗണ്ടാണ്. വീട് പാലേജ് നടത്തിയാലും ഞങ്ങൾ അങ്ങോട്ട് പോണ കാര്യമൊക്കെ ഡൗട്ടാണ്. പിന്നെ അവിടെയൊക്കെ പോയി തൂത്തിടും. പിന്നെ തൊട്ടടുത്ത് തന്നെ, ഇവിടെ തന്നെ ആയിരിക്കും മെയിനായിട്ടും. ഐഫ ഹാരിസ് ചോദിച്ചിട്ടുണ്ട്, ശരിക്കും നിങ്ങൾ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ക്രിസ്ത്യാനിയാണ്. ചേച്ചിയുടെ ഇതാണ് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വന്ന്, നമ്മൾ ക്രിസ്ത്യനാണ്. ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരാളെ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂല, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും നല്ല ഇഷ്ടമാണ് അല്ലേ ചേട്ടാ? അപ്പോൾ ഞാനോ അങ്ങനെ ചേട്ടൻ ഹസ്ബൻഡ് അല്ലേ, അപ്പം അങ്ങനെയല്ല. അല്ലാണ്ട് വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചത്. എനിക്ക് ലക്കിയൊക്കെയാണ് കേട്ടോ, ഏറ്റവും അവസാനമാണ് അനു. അങ്ങനെയല്ല, ചുമ്മാ ഇല്ല കാര്യമായിട്ട് എനിക്ക് ലക്കിയൊക്കെയാണ്, ലക്കി കഴിച്ചിട്ടുള്ളൂ. സ്മാർട്ട് ബോയ്സ് എന്നാണ് ചോദിച്ചത്. ചേട്ടാ ചേച്ചി നിങ്ങളെ കോംബോ പൊളിയാണ്. ചേട്ടൻ ചേച്ചി മോഡേൺ ആവുന്നതാണോ ട്രഡീഷണൽ ആകുന്നതാണോ കൂടുതൽ? എനിക്ക് കൂടുതലായിട്ട് മോഡേൺ ആണ് കേട്ടോ. എനിക്ക് ചിലവർ പറയുന്നത് ഷാളിടുന്ന അങ്ങനത്തെ ഇല്ല. നമുക്ക് എന്താണ് അതൊക്കെ ഓരോരുത്തർ നോക്കുന്ന നോട്ടത്തിലുള്ള ഇത് കുറ്റമൊക്കെ ഉള്ളത്, അതൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് അനുവിനെ കൂടുതൽ അനു ഇങ്ങനെയൊന്നുമില്ല, ഹെയറൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അനു ജീൻസ് പാൻറ്റ് മോഡേൺ, ഇപ്പം പേഗി പാൻറ്റൊക്കെ ഇല്ലേ, ടീഷർട്ട് അങ്ങനത്തെ ഒന്നും ഇല്ലത്തില്ല. ഞാൻ പിന്നെ മാറ്റി കണ്ട ഇപ്പോൾ ഈ കോലത്തിലാക്കിയത്. അടുത്ത് സിജി പ്രകാശ്, കിച്ചു ചേട്ടൻ എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞപ്പോഴൊന്നും നേരത്തെ പറഞ്ഞില്ലേ, ചേട്ടന് വലിയ മാറ്റമൊന്നും തോന്നിയില്ല, പാവം. വെഡിങ് കോസ്റ്റ് അന്ന് അങ്ങനെ എത്ര ഏജ്? എൻ്റെ പേര് പറയണേ നാബില, എൻ്റെ പേര് പറയണേ ചോദിച്ചിട്ടുണ്ട്. നാബില അല്ല, നാബിലയുടെ പേരൊന്ന് പറയണേ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ. അനുവിന് ജോലി ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. പഠിക്കുന്നത്. ഒരു ഹായ് പറയാമോ ആരോ ചോദിച്ചിട്ടുണ്ട്. അഷ്മ ഹായ്. അഭിനന്ദ ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി വിമൻസ് കോളേജിലല്ലേ പഠിച്ചത്, ഇപ്പോൾ തേർഡ് ഇയർ അല്ലേ ആവേണ്ടത്, കഴിഞ്ഞില്ലല്ലോ തേർഡ് ഇയർ, പിന്നെ കോളേജ് കഴിഞ്ഞെന്ന് പറഞ്ഞതോ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പാണ് ചെയ്യുന്നത്, കോളേജിൻ്റെ പാർട്ടാണോ ഇൻറ്റേൺഷിപ്പാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തേർഡ് ഇയർ കഴിയാൻ ഇനി ഒരു 2 മാസം കൂടെ, കാരണം യൂണിവേഴ്സിറ്റി ആ ഒരു രേഖയൊക്കെ വന്നത് കാരണമാണ്, അല്ലെങ്കിൽ കഴിയേണ്ട സമയമായി. ഇൻറ്റേൺഷിപ്പിന് അല്ലാണ്ട് ചെയ്യുന്നതാണ് ബാങ്കിങ്ങിൻ്റെ. നിങ്ങൾ രണ്ടുപേരുടെയും സ്ഥലം എവിടെയാണെന്ന് പൊന്നൂസ് ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ നെയ്റ്റിങ്ങനെയാണെങ്കിൽ അവർക്ക് നെയ്റ്റിങ്ങിലുള്ളവർക്കാണ് നെയ്റ്റിങ്ങിൽ, കാട്ടാക്കടയായിരുന്നെങ്കിൽ കാട്ടാക്കട, അങ്ങനെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. നിങ്ങൾ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. 5-6 ഏജ് ഡിഫറെൻ്റ് ആണ്. 6 അല്ലേ? നിങ്ങൾ ഹണിമൂൺ പ്ലാൻ ഇല്ലേന്ന് ഒരാളെ ചോദിച്ചു. ഉണ്ടാ ഹണിമൂൺ പ്ലാന് നമ്മൾ ചെയ്യാൻ വേണ്ടി എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് പോകുന്നത് ചോദിച്ചാൽ ചേട്ടനും ചേച്ചിയും അങ്ങനെ. അപ്പോഴേക്കും ചേട്ടനാണ് ലീവാണെങ്കിൽ ചേട്ടൻ ഈ മാസം പോകണം, ലീവ് തീർന്നു, പിന്നെ ഇനി അടുത്ത മാസമൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെയാണ് ഐഡിയ ആയിട്ടിരിക്കുന്നത്. പിന്നെ അനുവിനിപ്പോൾ എക്സാമും ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട്
എൻ്റെയൊക്കെ പ്ലാനിന് അനുവിന് മിക്കവാറും ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും പ്ലാനൊക്കെ ചെയ്യുന്നു തോന്നുന്നത്. സോഫിയ ചോദിച്ചിട്ടുണ്ട് അനിയത്തി എന്താ ചെയ്യുന്നത്. ഞാനും PRW സ്കൂളിലാണ് പഠിച്ചത്. അനു ഏത് ബാച്ചായിരുന്നു? ഞാൻ 2023 ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. എല്ലാവരും അനു എന്താ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ബാക്കിയെല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യനാണ്. ചേച്ചി പാവമാണോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പറയുന്നില്ല, ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താണ് വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് തന്നെ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ഒരു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളോട് ചോദിക്കാനെങ്കിലും ഉണ്ടല്ലോ അല്ലേ, കുറേ ഒരു ക്വസ്റ്റ്യനൊക്കെ ഇട്ട് വളരെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ചോദിച്ചതിൽ നമ്മൾ നിങ്ങൾക്ക് മറുപടി പറയാത്തെടുത്തായിരുന്നാലും എല്ലാവരും ഒരേ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് എല്ലാവരെയും ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാത്തത് തന്നെ. ഇന്ന് വായിക്കാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത് തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് എല്ലാവരെയും ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അത് ചോദിച്ചത് തന്നെ ചോദിക്കില്ല, വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോക്കകത്ത് കമൻറ്റ് ഇട്ടാലും മതി. ഈ ക്വസ്റ്റ്യൻ ചേട്ടാ എന്താ ചോദിക്കാത്തത്, നമ്മൾ അതിന് ഉറപ്പായിട്ട് മറുപടി പറയണമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അല്ലാത്തൊരു ഇത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അത് ചോദിച്ചാൽ അത് എന്താണ് ചോദിക്കാനുള്ളതെന്ന് അല്ലേ. പിന്നെ വളരെ സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ ചോദിച്ചതിലും ഞങ്ങൾക്കിങ്ങനെ നിങ്ങൾ കാരണമാണ് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിലും അല്ലേ. നിങ്ങളൊക്കെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ നല്ലതായിട്ട് ഇപ്പോൾ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ നല്ല റിയാക്ഷൻ ഉണ്ട് അനുവിൻ്റെ മുഖത്ത് ചിരിക്കില്ലേ മുന്നേ അല്ലേ, ചിരിക്കാതിരിക്കല്ലേ, ചിരിക്ക്. ഇനി അടുത്ത കമൻറ്റ് അതായിരിക്കും. അനു കല്യാണത്തിൻ്റെയൊക്കെ ഭയങ്കര ടയേർഡായിരുന്നുകൊണ്ടാണ് അത്. കല്യാണത്തിൻ്റെ സമയത്ത് ടയേർഡായിരുന്നു. പിന്നെ എന്തായാലും മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഫേസ് മാറും. എനിക്ക് ട്രഡീഷണൽ ഫേസ് ആണ് കൂടുതൽ ചേരണേന്നാണ് അനു സ്വന്തമായിട്ട് പറയുന്നത്. ഇല്ല എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, ട്രഡീഷണൽ ഫേസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് മോഡേൺ, എനിക്ക് രണ്ടും ഓക്കെയാണ് കേട്ടോ. ട്രഡീഷണൽ അനു നന്നായിട്ട് ചേരുമെന്ന് അനു തന്നെ പറയും, മോഡേൺ ചേരുമെന്ന് ഞാൻ പറയും. വെഡിങ്ങിന്റെ അന്ന് മോഡേൺ ഡ്രസ് ട്രഡീഷണൽ അനു നന്നായിട്ട് ചേരുന്നത് കേട്ടോ. അതിൽ എപ്പോഴും എല്ലാവരും പറയും, അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ട്രഡീഷണൽ ആയിട്ട് ചേരുന്നത്. പക്ഷെ എനിക്ക് മോഡേൺ ഭയങ്കര താല്പര്യമാണ്. അതിൻ്റെ മോഡേൺ ഡ്രസ്സ് ഇടുന്നതും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇടും ഞാൻ. മോഡേണൊക്കെ ഞാൻ നിർബന്ധിച്ചാണ് ഇടുന്നത്. കോളേജിലൊക്കെ പഠിക്കുന്ന കൊച്ചല്ലേ, അപ്പം കുറച്ച് മോഡേണൊക്കെ ആയെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം, അതൊക്കെ ഞാൻ പറയാം. അതൊക്കെയല്ലേ താല്പര്യം എല്ലാവർക്കും. ഇപ്പോൾ എല്ലാ കുട്ടികളും മോഡേണൊക്കെ ആയിട്ട് ഡ്രസ്സിങ്ങൊക്കെ ധരിക്കുമ്പോൾ നമുക്കതിന് ആഗ്രഹമില്ല, നമ്മുടെ വൈഫ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടണം, അങ്ങനെയൊക്കെ നടക്കണം. അനുവിന് അങ്ങനത്തെ ഉള്ള ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നേരത്തെ ബാഗും നോക്കും, പക്ഷെ നമ്മൾ പഠിക്കുന്ന ഓക്കെയാണ്. ഇപ്പോഴൊന്നും ഇല്ല, ഞാനൊക്കെയാണെന്നും ചേഞ്ച് ചെയ്തെടുത്തത് തന്നെ ഞാൻ തന്നെ ആയിരിക്കും അല്ലേ. സത്യം അനു നന്നായി ചേഞ്ച് ചെയ്ത് ഞാൻ എടുത്ത് ഇങ്ങനെ. അപ്പം നിങ്ങൾ ചോദിച്ച ഏകദേശം പേർക്ക് നമ്മൾ മറുപടി തന്നിട്ടുണ്ട്. നിറയെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അടുത്ത് ഇതിടുന്നതായിരിക്കും. അപ്പം ലവ് യു ആൾ. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.